അപ്പോൾ 2013 പുറത്തിറങ്ങിയ, പിന്നീട് 2014 15 ഞാൻ എപ്പോഴോ മൊബൈൽ ഫോണിൽ കണ്ട ഒരു സാധാരണ സിനിമ. അപ്പോൾ ഇതിന്റെ കഥയും കഥാപശ്ചാത്തലവും ഒക്കെ ഭയങ്കര സാധാരണം തന്നെയാണ്. ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ വളരെ സിമ്പിൾ ആയി പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ. പക്ഷേ ഈ പടത്തെ അസാധാരണമാക്കുന്നത് ഇതിന്റെ കാസ്റ്റ് തന്നെയാണ്. അതായത് മോഹൻലാൽ, ഫഹദ് ഫാസിൽ, ആസിഫ് അലി. അപ്പൊ ഇത്രയും വമ്പന്മാരുണ്ടായിരുന്നിട്ടും ഒരു വലിയ വിജയമോ അല്ലെങ്കിൽ അധികം ശ്രദ്ധിക്കപ്പെടുകയോ ചെയ്തൊരു സിനിമയായി മാറാൻ ഇതിന് സാധിച്ചില്ല. ഒരുപക്ഷെ ഇതിന് തൊട്ടു മുൻപ് ഇറങ്ങിയ 2 മോഹൻലാൽ ചിത്രങ്ങൾ അത് ലോക്പാലും കർമ്മയോധയുമായിരുന്നു. ഇതിനുശേഷം ഇറങ്ങിയത് ലേഡീസ് ആൻഡ് ജെന്റിൽമാനും ഗീതാഞ്ജലിയും. അപ്പൊ 2013 അവസാനം ദൃശ്യം ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് വരെ മോഹൻലാലിനുണ്ടായിരുന്ന ഒരു റഫ് ഫേസിലാണ് ഈ സിനിമ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാവാം മോഹൻലാൽ എന്ന സ്റ്റാറിന്റെ അഡ്രസ് ഈ സിനിമയ്ക്ക് കിട്ടാതെ പോയത്. പിന്നെ മറ്റു 2 പേരുടെ കാര്യം എടുത്താൽ 2013 കൂട്ടത്തിൽ കൂടുതൽ സ്റ്റാർഡം ഉണ്ടായിരുന്നത് ആസിഫ് അലിക്ക് തന്നെയാണ്. ഇനി അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസിഫ് അലിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന പുള്ളിയുടെ വക ഒരു ക്ലാസിക് ഐറ്റം ഉണ്ട്. അതായത് ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുന്ന പ്രാരാബ്ധക്കാരൻ. അത് പുള്ളി നല്ല നൈസായിട്ട് ചെയ്യും. അതങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായി ആ കഥാപാത്രത്തെ കാണുമ്പോൾ നമുക്കും ചെറിയൊരു ഇറിറ്റേഷൻ വരും. ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രവും അങ്ങനെ തന്നെയായിരുന്നു. ഇനി ഫഹദ് ഫാസിലിന്റെ കാര്യം എടുത്താൽ വളരെ മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു സഖാവ് അനൂപ്. അത് അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ മികച്ചൊരു കാസ്റ്റ് ഉണ്ടായിരുന്നിട്ടും പ്രത്യേകിച്ച് ഒരു ഹൈ മൊമെന്റ് ഒന്നും ഇല്ലാതെ ഒരു സാധാരണ ചിത്രമായി ഒതുങ്ങിപ്പോയൊരു പടം അതായിരുന്നു 2013 പുറത്തിറങ്ങിയ റെഡ് വൈൻ.